പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു വെറൈറ്റി പ്രതിഷേധ നടപടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നു. അതും പാർലമെന്റ് ഹൗസിനുള്ളിൽ ഒത്ത നടക്കും. സംഭവം ഒന്ന് പരിശോധിക്കാം. ഹന റൗഹിദി കരേരിക്ക് മെയ്പി ക്ലാർക്ക് ആരാണ് എന്ന് അന്വേഷിക്കുകയാണ് ലോകം. അതെ, ന്യൂസിലൻഡ് MP ഹന റൗഹിദി കരേരിക്ക് മെയ്പി ക്ലാർക്ക് എന്ന 22കാരി ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. 2023 ന്യൂസിലൻഡ് പൊതുതെരഞ്ഞെടുപ്പ് മുതൽ പാർലമെന്റ് അംഗമായി തേപ്പതി മെവോറിയെ പ്രതിനിധീകരിക്കുന്ന ഒരു ന്യൂസിലൻഡ് രാഷ്ട്രീയക്കാരിയാണ് ഹന റൗഹിദി കരേരിക്ക് മെയ്പി ക്ലാർക്ക്. 1853 തിരഞ്ഞെടുപ്പിൽ 20 വയസ്സും 7 മാസവും പ്രായമുള്ള ജെയിംസ് സ്റ്റുവർട്ട് വ്ലോട്രിക്കിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ MP-യാണ് ഹന. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കും, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുകയും ചെയ്യുമെന്ന മവോരി ഗോത്രവർഗ പ്രതിനിധി കൂടിയായ ഹന റൗഹിദിയുടെ കന്നി പ്രസംഗത്തിലെ വാക്കുകളും പ്രസംഗത്തിനൊപ്പം ഹക്ക അവതരിപ്പിച്ചപ്പോഴുമാണ് ഹന ആദ്യമായി വൈറലായത്. ഇപ്പോഴത്തെ സംഭവം ഇതാണ്. ന്യൂസിലൻഡ് പാർലമെന്റിൽ മവോറി MP ഹന റൗഹിദി ഒരു വിവാദ ബില്ലായ ട്രീറ്റി പ്രിൻസിപ്പിൾസ് ബില്ലിൽ വോട്ട് ചെയ്യാൻ MP-മാർ ഒത്തുകൂടിയപ്പോൾ പ്രതിഷേധ സൂചകമായി ഉടമ്പടി ബില്ലിന്റെ പകർപ്പ് കീറി മുറിക്കുകയും ശേഷം പരമ്പരാഗത മവോറി നൃത്തരൂപം ഹക്ക അവതരിപ്പിക്കുകയും ചെയ്തു. അതും പാർലമെന്റിന്റെ ഒത്തനടക്ക്. പാർലമെന്റിലുണ്ടായിരുന്ന മറ്റംഗങ്ങളും ഗാലറിയിലെ കാണികളും ഹന റൗഹിദി കഗേരി മെയ്പി ക്ലാർക്കിനൊപ്പം കൂടിയതോടെ സ്പീക്കർ ജെറി ബ്രൗൺലി സഭാ സമ്മേളനം താൽക്കാലികമായി നിർത്തിവെക്കാനും നിർബന്ധിതനായി. എന്നും ന്യൂസിലൻഡിലെ തദ്ദേശീയ സമൂഹങ്ങളുടെ അവകാശങ്ങൾക്കായി ഹന പോരാടിയിരുന്നു. ബ്രിട്ടീഷുകാരും തദ്ദേശീയരായ മവോറികളും തമ്മിലുള്ള 184 വർഷം പഴക്കമുള്ള ഉടമ്പടി പുനർവ്യാഖ്യാനം ചെയ്യുന്ന തദ്ദേശ ഉടമ്പടി ബില്ലിലെ വോട്ടെടുപ്പ് തടസ്സപ്പെടുത്താനാണ് അംഗങ്ങൾ ഇങ്ങനെയൊരു നീക്കം നടത്തിയത്. ഗവൺമെന്റും മവോറിയും തമ്മിലുള്ള ബന്ധത്തിന് മാർഗനിർദ്ദേശം നൽകുന്ന 1840 വൈദാങ്കി ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് ഭരണം വിട്ടുകൊടുത്തതിന് പകരമായി ഗോത്രങ്ങൾക്ക് അവരുടെ ഭൂമി നിലനിർത്താനും അതുപോലെ അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുമുള്ള വിശാലമായ അവകാശങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടു. ആ അവകാശങ്ങൾ എല്ലാ ന്യൂസിലൻഡുകാർക്കും ബാധകമാണെന്ന് ബില്ല് വ്യക്തമാക്കുന്നുമുണ്ട്. ഇനി ഈ ചോദ്യം ചെയ്യപ്പെടുന്ന വിവാദ ബില്ലിന്, ഉടമ്പടി തത്വങ്ങളുടെ ബില്ലിന് പിന്തുണ കുറവായതിനാൽ തന്നെ നിയമമാകാൻ സാധ്യതയില്ല. എങ്കിൽ പോലും ഇത് വംശീയ വിദ്വേഷത്തിനും ഭരണഘടനാപരമായ പ്രക്ഷോഭത്തിനും ഭീഷണിയാണെന്ന് വിരോധികൾ പറയുന്നു. അതേസമയം ആയിരക്കണക്കിന് ന്യൂസിലൻഡുകാർ ഈ ആഴ്ച രാജ്യമെമ്പാടും പ്രതിഷേധ മാർച്ചും നടത്തുന്നുണ്ട്. ഭരിക്കുന്ന മധ്യവലത് സഖ്യ സർക്കാരിലെ ജൂനിയർ പങ്കാളിയായ ACT ന്യൂസിലൻഡ് പാർട്ടി കഴിഞ്ഞ ആഴ്ച വൈദാങ്കി ഉടമ്പടി നിയമത്തിൽ ഉൾപ്പെടുത്തുന്നതിന് ഒരു ബില്ല് അവതരിപ്പിച്ചു. വൈദാങ്കി ഉടമ്പടിയുടെ ചില തത്വങ്ങളിൽ മാറ്റം വരുത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു ബില്ലാണ് അവതരിപ്പിച്ചത്. ഈ നീക്കം നിരവധി മവോറികളിൽ നിന്ന് ശക്തമായ എതിർപ്പ് നേരിട്ടു. ബില്ലിന്മേലുള്ള പ്രാഥമിക വോട്ടെടുപ്പിനായി പാർലമെന്റ് അംഗങ്ങൾ ഒത്തുകൂടിയപ്പോഴായിരുന്നു ഹനയുടെ പ്രതിഷേധം ഉണ്ടായത്. നിരവധി മവോറികളും അവരെ പിന്തുണയ്ക്കുന്നവരും രാജ്യത്തെ തദ്ദേശവാസികളുടെ അവകാശങ്ങളെ തുരങ്കം വയ്ക്കുന്നതായിട്ടാണ് ബില്ലിനെ സാക്ഷ്യപ്പെടുത്തുന്നത്. ന്യൂസിലൻഡിലെ 5.3 ദശലക്ഷം ജനസംഖ്യയുടെ 20% മവോറികളാണ് എന്നതും ശ്രദ്ധേയമാണ്. മവോറികളുടെ അവകാശങ്ങൾക്ക് ഭീഷണിയായിട്ടാണ് ഈ ബില്ലിനെ വ്യാപകമായി കാണുന്നത്.